സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് അല്പം മുമ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 5 ജില്ലകളിൽ തീവ്ര മഴയുടെ മുന്നറിയിപ്പുമുണ്ട്. നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനം വന്നതോടെ വെള്ളക്കെട്ട് കുറഞ്ഞു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പ്രധാന നദികളിലെല്ലാം ജലം മുന്നറിയിപ്പ് നിരക്കിലും താഴേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് മഴ ഒന്ന് കുറഞ്ഞു, പക്ഷേ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നദികളിലൊക്കെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലും കിഴക്ക് പാല ഉൾപ്പെടെയുള്ള മേഖലകൾ ഏതാണ്ട് സേഫായി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റോഡിലാണ്. ഇവിടെ ഇപ്പോഴും പ്രധാന വഴിയാണിത്, പക്ഷേ ഇവിടെ ഇപ്പോഴും വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഇതുവഴി പക്ഷേ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് കുമരകം വഴി എന്നാണ് പുതിയ വിവരം. പക്ഷേ ചെറുവാഹനങ്ങൾ ചിലയിടത്ത് കൂടി അവർക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതായത് ചിലയിടത്ത് ആഴം കൂടുതലുള്ള പ്രദേശമുണ്ട്. വീടുകളിലെല്ലാം മിക്കവാറും ഇത്തരം പ്രദേശങ്ങളിലെ വീടുകൾ, ഇത് പ്രധാന വഴിയാണ്, ഇവിടെ വീടുകളിലെല്ലാം വെള്ളക്കെട്ട് തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ ഇവിടെ ഈ റോഡിൽ നിന്ന്, പ്രധാന വഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന നിലയുണ്ട്. ഈ ഇടവഴികളിലെയൊക്കെ സാഹചര്യവും സമാനമാണ്. പലയിടത്തും വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലൊക്കെയും വെള്ളമുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഉൾപ്രദേശത്തൊക്കെ? അങ്ങോട്ടൊക്കെ ഭയങ്കര വെള്ളം. അത് കുറേ ദിവസം പിടിക്കുമല്ലേ? നല്ലപോലെ പിടിക്കും. ഇന്നലെയൊക്കെ ഈ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് വരെയും ഒക്കെ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വെള്ളം കുറഞ്ഞിരുന്നു. പക്ഷേ ഇതാ നോക്കൂ, ഇടവഴിയിൽ സമാന സ്ഥിതിയല്ല ഉള്ളത്. അവിടെ വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ്. അതായത് കോട്ടയത്തിൻ്റെ ഒരു പൊതുസ്ഥിതി സ്ഥിരമായി ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ചിലയിടത്ത് ഒരാഴ്ചയെങ്കിലും പിടിക്കും, ചിലയിടത്ത് ആഴ്ചകളോളം പിടിക്കും പൂർണ്ണമായും വീടിനുള്ളിൽ നിന്നുള്ള വെള്ളം. ആ ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ നിന്നൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ ഇനിയും ദിവസം പിടിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതാണ് പൊതുവെ കോട്ടയത്തിൻ്റെ ഒരു സാഹചര്യം. മഴ മാറി നിൽക്കുന്നില്ല പൂർണ്ണമായിട്ടും, പക്ഷേ എന്നാലും ഈ തുടർച്ചയായി മഴയില്ലാത്തതൊക്കെ ഒരു ആശങ്ക കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ദുരിതം കോട്ടയം താലൂക്കിൽ എന്തായാലും ദുരിതം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. 4-ാം മൈലിലാണ് അപകടം. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ശക്തമായ മഴയിൽ ഇടുക്കി കട്ടപ്പന ലബ്ബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂര തകർന്നു. വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ശബ്ദം കേട്ട് കടയിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കില്ല. മഴവെള്ളം ഇറങ്ങി വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധനങ്ങളും നശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.